നമ്മളൊക്കെ വിഗ്രഹങ്ങളെ ആരാധിച്ച് നടന്നവരാണ്, വിഗ്രഹത്തെ സേവിച്ച് നടന്നവരാണ്. ഇന്ന് ലോകത്തിലുള്ള സകല ജനങ്ങളും ഭൂരിഭാഗവും ആരാണ്? വിഗ്രഹാരാധികളാണ്. വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, അവർ സ്വർഗത്ത് പോകത്തില്ലെന്ന് പറയുമ്പോൾ അവർക്ക് ഇത്ര ദേഷ്യം വരേണ്ട കാര്യം എന്താണ്? വിഗ്രഹാരാധന വൈശാലികമാണ്, വിഗ്രഹാരാധന സാത്താന്യമാണ്. പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവർക്ക് അത് കൊള്ളും. അത് വായിച്ചപ്പോൾ പലരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കൊണ്ടു. കുത്തുകൊണ്ടിട്ടാണ് അവർക്ക് പിശാച് അവരുടെ ഉള്ളിൽ ഇളകി. വിഗ്രഹാരാധന ആര് വെറുക്കുന്നു? യേശു വെറുക്കുകയാണ്. ബൈബിളിൽ ജെറമ്യായുടെ പുസ്തകം 10-ാം അധ്യായമാണ്. ഈ ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ വെച്ച പള്ളിയിൽ വിഗ്രഹങ്ങളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ വിവരവും ബോധവും വിദ്യാഭ്യാസമുള്ള പുരോഹിതന്മാർ മനസ്സിലാക്കണം, ഇത് ദൈവം വെറുക്കുന്നതാണ്. ഈ ബിംബാരാധികൾ ആരും ഇത്രയും വലിയ ജനത്തെ കൂട്ടിവരുത്തി വിഗ്രഹങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഒരു ആരാധന നടത്തുമ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരാരും സ്വർഗത്ത് പോകത്തില്ലെന്നാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ഓടുവിൻ. വിഗ്രഹാരാധന ദൈവത്തിന്റെ ആത്മാവ് വെറുക്കുന്നു, ദൈവം വെറുക്കുന്നു. കാരണം ദൈവത്തിന് ഒരു വിഗ്രഹത്തിൽ വസിക്കുവാൻ കഴിയുകയില്ല.